കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖല അതിന് എത്രത്തോളം വളർച്ചാ സാധ്യതകളുണ്ട്, എത്രത്തോളം വെല്ലുവിളികളാണ് നേരിടുന്നത്? ഈ ഒരു നിക്ഷേപക സൗഹൃദ സംഗമത്തിൽ വരുമ്പോൾ പല നിക്ഷേപകരുമായി സംസാരിക്കുമ്പോൾ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ലാൻഡ് അത് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റിന് വേണ്ടി ഏറ്റെടുക്കുന്നത്? ഒരു മാൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയാവുന്ന വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത്, സുലൈമാൻ കാരാടൻ. അപ്പോൾ കാരാടൻസ് ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നു. കേരളത്തിലെ നല്ലൊരു ശതമാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഈ പറയുന്ന ലാൻഡ് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നു. എത്രത്തോളം ചാലഞ്ചിങ് ആണിത്? വേൾഡിലെ ഇത്രയും ആൾക്കാർ എല്ലാവരെയും ഒരുമിച്ച് ഒരു കൊടക്കയിൽ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ എല്ലാവരെയും ഒരൊറ്റ നോട്ടത്തിൽ കാണുക എന്നുള്ള 21-22 ഫെബ്രുവരി അത് മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിട്ട് മാറും. കാരണം അത്രയും ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ലാൻഡ് ആവശ്യപ്പെട്ടുന്ന ഞങ്ങളെ കമ്പനിയോടൊക്കെ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഒരു 20ഓളം മീറ്റിങ്ങുകൾ ഇന്നലെ നടന്നു. അവർക്കൊക്കെ വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഹോട്ടൽ KTDCയും ITDCയും എല്ലാ കമ്പനികളും വലിയ വലിയ ഹോട്ടൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ ലാൻഡ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള കുറേ എൻക്വയറീസ് ഞങ്ങൾക്ക് കിട്ടി. അദാനി പോർട്ടിന് ഇപ്പോൾ കുറേ ലാൻഡുകൾ എടുക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ലാൻഡുകൾ ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ചെയ്ത ഈ ഒരു സബ്മിറ്റ് വലിയൊരു ഗുണമാണ്. ഞങ്ങളുടെ മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ കുതിപ്പാണ്. ഇന്നലെ പ്രഖ്യാപിച്ച CM അടക്കം പ്രഖ്യാപിച്ച കുറേ സംഭവങ്ങൾ, അതായത് ഗഡ്കരിയുടെ നമ്മളെ റോഡുകൾ, അതൊക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും പറയാനില്ല. അതൊരു വലിയ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവം തന്നെയാണ്. നമ്മൾ ഏത് പദ്ധതിയാണെന്ന് പറഞ്ഞാലും നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കുന്നത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ ലാൻഡ് ഇല്ലാതെ ഒരു പദ്ധതി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിപ്പോൾ സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും പ്രൈവറ്റ് പ്രോജക്റ്റ് ആണെങ്കിലും ഈ സ്ഥലം ഏറ്റെടുക്കുക അല്ലെങ്കിൽ സ്ഥലം ലഭ്യമാകുക എന്ന് പറയുന്നത് അത് കുറേ വെല്ലുവിളികൾ നിറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, ചുവപ്പ് നാടയിൽ കുരുങ്ങി ഒരു സ്ഥലം ഏറ്റെടുപ്പും കേരളത്തിൽ മുടങ്ങി പോവില്ല, ഒരു വ്യവസായവും മുടങ്ങി പോവില്ല എന്ന്. എത്രത്തോളം ശുഭപ്രതീക്ഷ നൽകുന്നു അത്? സത്യം പറയട്ടെ നിങ്ങളോട്, ഈ ടൂറിസം മേഖലക്കും വ്യവസായ മേഖലയ്ക്കും ഗവൺമെൻറ് എന്താണെന്നറിയില്ല വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുക. എല്ലാ മേഖലയും ഒരു ഒറ്റ സിംഗിൾ വിൻഡോയിൽ എല്ലാ പെർമിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തെന്നുള്ളത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഗതി. ഓരോരോ പെർമിഷനും മറ്റുള്ള ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നമ്മൾ കയറി ഇറങ്ങേണ്ട ആവശ്യം ഇതിന് വരുന്നില്ല. ഇന്നലെ CM റിയാസ് മിനിസ്റ്റർ, വ്യവസായ മന്ത്രി എല്ലാവരും ഇന്നലെ നല്ല പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്തായാലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു സംശയവുമില്ല. ആ വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരാടൻസ് ലാൻഡിന്റെ ബിസിനസ് എന്തായാലും ഇന്നലെ ഈ രാജ്യാന്തര തലത്തിൽ നിന്ന് വന്ന ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ കാസർഗോഡ് തിരുവനന്തപുരം വരെ, വിഴിഞ്ഞം തൊട്ട് നമ്മൾ ഈ പിന്നോക്ക ജില്ലയെന്ന് പറയുന്ന കാസർഗോഡ് വരെ എത്രത്തോളം ബിസിനസ് കിട്ടിയിട്ടുണ്ട്? സത്യത്തിൽ ഇന്നലെ 18 മീറ്റിംഗ് നടന്നു. 18 മീറ്റിങ്ങിലും നല്ല പോസിറ്റീവായിട്ടാണ് ലാൻഡ് 5 ഏക്കർ മുതൽ 30 ഏക്കർ 50 ഏക്കർ വരെ ആവശ്യപ്പെട്ട കുറേ ആൾക്കാർ ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇന്നത്തെ മീറ്റിങ്ങിലും അതുമാതിരി തന്നെ നമ്മുടെ ഒരു 10-18ഓളം ടീംസ് ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ നല്ല എൻക്വയറീസാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഗവൺമെൻറ്റിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. ഇങ്ങനത്തെ ഒരു മീറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാനും ഇതാക്കാനും. പക്ഷേ ഗവൺമെൻറ് മൊത്തത്തിൽ മാറി ആ ഒരു നല്ലൊരു ചിന്താഗതി വന്നു, ഓപ്പൺ ആക്കി കൊടുത്തെല്ലാം. അത് വലിയൊരു വഴിത്തിരിവാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. താങ്ക് യു സോ മച്ച്. നമ്മുടെ നിക്ഷേപകരൊക്കെ പറയുന്നത് ഗവൺമെന്റിന് മുഖമാറ്റം സംഭവിച്ചു, നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് ഒരു മുഖമാറ്റം സംഭവിച്ചു. ആ മുഖം മിനുക്കിയ കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വരും എന്ന ശുഭപ്രതീക്ഷയാണ്. താങ്ക് യു.